കൊച്ചിയിൽ വിദ്യാർത്ഥിനിയെ കാണാതായി 12-കാരി തൻവിയെ കാണാതായി എന്ന് വീട്ടുകാരുടെ പരാതി. സ്കൂൾ വിട്ട് വീട്ടിലേക്ക് മടങ്ങവെയാണ് കുട്ടിയെ കാണാതായത്. 12 വയസ്സുള്ള കുട്ടിയാണ്. സ്കൂളിൽ നിന്ന് വീട്ടിലേക്ക് മടങ്ങുന്നതിനിടെ കാണാതായി എന്നതാണ് പരാതി. വടുതല സ്വദേശിയാണ്. 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയാണ്. സരസ്വതി വിദ്യാനികേതൻ സ്കൂളിലെ വിദ്യാർത്ഥിയാണ്. എന്താണ് സംഭവിച്ചത് എന്നതിൽ കൂടുതൽ വ്യക്തത വേണം. എന്തായാലും കൊച്ചിയിലാണ് ഈ സംഭവം. സ്കൂൾ വിദ്യാർത്ഥിനിയെ കാണാതായിരിക്കുന്നു. ആശങ്കപ്പെടുത്തുന്ന വാർത്തയാണ്. വെറും 12 വയസ്സ് മാത്രമുള്ള കുട്ടിയാണ്. സ്കൂൾ വിട്ട് വീട്ടിലേക്ക് മടങ്ങുന്നതിനിടെ ഈ കുട്ടിയെ കാണാതായി എന്നതാണ് ഇപ്പോൾ പരാതിയിൽ പറയുന്നത്. വടുതല സ്വദേശി, പേര് തൻവി, 7ാം ക്ലാസ്സിൽ പഠിക്കുന്നു. സരസ്വതി വിദ്യാനികേതൻ സ്കൂളിലെ വിദ്യാർത്ഥിനിയാണ് ഈ കുട്ടി. എന്താണ് സംഭവിച്ചത് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ വ്യക്തത വരണം. ഇന്ന് സ്കൂൾ വിട്ട് വീട്ടിലേക്ക് വരുന്ന വഴിയാണ് കുട്ടിയെ കാണാതായിരിക്കുന്നത്. ഇപ്പോൾ ബന്ധുക്കൾ നൽകിയ പരാതിയിൽ അന്വേഷണം തുടങ്ങിയിരിക്കുകയാണ്. MG മിഥുൻ വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുകയാണ്. മിഥുൻ, സ്കൂൾ വിട്ട് വന്ന സമയം എന്ന് പറയുമ്പോൾ 4 മണിക്കോ 5 മണിക്കോ ആയിരിക്കും ഇത് സംഭവിച്ചിട്ടുണ്ടാവുക. എന്താണ് ഈ പരാതിയിൽ പറയുന്നത്? ഇപ്പോൾ ഒരു ഫോട്ടോ, CCTVയുടെ ഫോട്ടോ ആണെന്ന് തോന്നുന്നു, പുറത്തു വന്നിട്ടുണ്ട്. എവിടെയാണ് കുട്ടി ഏറ്റവും അവസാനം ഉണ്ടായിരുന്നത്? രേണുക, ഇന്ന് വൈകിട്ട് 5 മണിയോടുകൂടിയാണ് ഈ 12 വയസ്സുകാരിയെ കാണാതായിട്ടുള്ള വിവരം പോലീസിന് ലഭ്യമാകുന്നത്. അതായത് കഴിഞ്ഞ ദിവസങ്ങളിലും എല്ലാം തന്നെ എല്ലാ ദിവസവും കൃത്യമായി തന്നെ 5 മണിക്ക് മുമ്പ് തന്നെ വീട്ടിലെത്താറുള്ള കുട്ടിയാണ്. പക്ഷേ ഇന്ന് 5 മണി കഴിഞ്ഞതിന് ശേഷവും വീട്ടിലെത്താത്തതിനെ തുടർന്ന്, സംശയമുണ്ടായതിനെ തുടർന്നാണ് ഈ കുടുംബം പോലീസിൽ പരാതി നൽകുന്നത്. കുട്ടിയെ കാണാനില്ല എന്നുള്ള പരാതിയുമായി പോലീസിനെ സമീപിക്കുകയും ചെയ്യുന്നത്. തുടർന്ന് തന്നെ എളമക്കര പോലീസ് അന്വേഷണം ആരംഭിക്കുകയും ചെയ്തു. പക്ഷേ ഈ രാത്രി ഇപ്പോൾ 11:30 ഇതുവരെയും ഈ കുട്ടിയുമായി ബന്ധപ്പെട്ടുള്ള യാതൊരു വിവരവുമില്ല. ഒരു CCTV ദൃശ്യം മാത്രമാണ്, കുട്ടി സൈക്കിളിൽ പോകുന്ന ആ ദൃശ്യം മാത്രമാണ് നമ്മളിപ്പോൾ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ദൃശ്യം മാത്രമാണ് പോലീസിനും ലഭ്യമായിട്ടുള്ളത്. പക്ഷേ കുട്ടി അവിടെ നിന്ന് എങ്ങോട്ടേക്ക് പോയി, അല്ലെങ്കിൽ അതുവഴി വന്ന ഏതെങ്കിലും വാഹനത്തിലോ അല്ലെങ്കിൽ ആരെങ്കിലും തട്ടിക്കൊണ്ടുപോയതാണോ അടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കുന്നുണ്ട്. ഏതെങ്കിലും തരത്തിൽ മറ്റേതെങ്കിലും സംഭവങ്ങളാണോ എന്നടക്കമുള്ള കാര്യങ്ങൾ കൂടി ഇപ്പോൾ പോലീസ് പരിശോധിച്ചു വരികയാണ്. കുടുംബാംഗങ്ങളുടെ മൊഴി രേഖപ്പെടുത്തി ഈ കുട്ടിയുമായി ബന്ധപ്പെട്ട് ഉള്ള വിശദാംശങ്ങൾ പോലീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്തായാലും നിലവിൽ കൊച്ചി SP-യുടെ നേതൃത്വത്തിൽ നഗരപ്രദേശങ്ങൾ കേന്ദ്രീകരിച്ചുമൊക്കെ ഇപ്പോൾ പരിശോധന നടത്തുകയാണ് എന്നാണ് നമുക്ക് ലഭ്യമാകുന്നത്. ഇപ്പോൾ നമുക്ക് ഏറ്റവും ഒടുവിൽ ഒരു CCTV ദൃശ്യം ലഭിച്ചിട്ടുണ്ട് എന്ന വിവരമുണ്ടല്ലോ. ഈ സ്കൂൾ വിട്ട് കുട്ടി സൈക്കിളിൽ വരുന്നത് കണ്ടതായി ഒരു ദൃക്സാക്ഷി പറയുന്നു എന്നും പറഞ്ഞു. എന്നും വരുന്ന വഴിയിൽ നിന്നുള്ള ദൃശ്യമാണോ ഈ ലഭിച്ചിരിക്കുന്നത്? ഈ ദൃക്സാക്ഷിയുടെ മൊഴിയും അങ്ങനെ തന്നെയാണോ? രേണുക, അങ്ങനെ തന്നെയാണ്. അതായത് സ്കൂൾ വിട്ട് വരുന്ന ആ വഴിയിൽ നിന്നുള്ള CCTV ദൃശ്യം മാത്രമാണ് ഇപ്പോൾ പോലീസിന് ലഭ്യമായിട്ടുള്ളത്. അതിന് ഇങ്ങോട്ടുള്ള ആ മേഖലയിൽ, ആ വഴിയിൽ തുടർന്നുള്ള മേഖലയിലുള്ള കടകളിലോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുള്ള കാര്യങ്ങൾ, അതുമായി സംബന്ധിച്ച് CCTV ദൃശ്യങ്ങളൊക്കെ പോലീസ് ഇപ്പോൾ പരിശോധിച്ചു വരികയാണ്. സ്കൂൾ വിട്ട് മടങ്ങുന്നത് കണ്ട് എന്ന് ദൃക്സാക്ഷികൾ പറയുന്നുണ്ട്. അത് സംബന്ധിച്ചാണ് ഇപ്പോൾ അന്വേഷണം നടക്കുന്നത്. നിലവിൽ ഇപ്പോൾ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് കൊച്ചി SP-യുടെ നേതൃത്വത്തിൽ നഗരപ്രദേശങ്ങൾ കേന്ദ്രീകരിച്ച് വ്യാപകമായിട്ടുള്ള അന്വേഷണത്തിലേക്കാണ് ഇപ്പോൾ അന്വേഷണ സംഘം കടന്നിരിക്കുന്നത്. 7ാം ക്ലാസ്സുകാരിയായിട്ടുള്ള തൻവി എന്ന വിദ്യാർത്ഥിയാണ് ഇപ്പോൾ കാണാതായിരിക്കുന്നത്. സ്കൂൾ വിട്ട് സൈക്കിളിൽ വരുന്നത് കണ്ടതായി ദൃക്സാക്ഷികൾ പറയുന്നു. ഒപ്പം തന്നെ സമീപത്തുള്ള CCTV ദൃശ്യങ്ങളിലും അത് വ്യക്തമാണ്. പക്ഷേ പിന്നീട് കുട്ടി എങ്ങോട്ട് പോയി, ഈ 12 വയസ്സുകാരി എങ്ങോട്ടേക്ക് പോയി എന്നടക്കമുള്ള കാര്യത്തിലാണ് ഇനി ഒരു വ്യക്തത വരേണ്ടത്. അത് സംബന്ധിച്ച് തുടർന്ന് ആ സ്കൂളിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന ഈ വഴിയിലുള്ള മേഖലകളിലുള്ള CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് ഇപ്പോൾ പരിശോധന നടക്കുകയാണ്. അതിനുശേഷം കുട്ടിയെ കണ്ടെത്താനാകും എന്നുള്ള ഉറച്ച വിശ്വാസത്തിൽ തന്നെയാണ് പോലീസ് ഉള്ളത്. എന്തായാലും നിലവിൽ പുതുക്കൈ അടക്കമുള്ള മേഖലകളിൽ ഇപ്പോൾ പരിശോധന നടത്തുന്നുണ്ട്. എളമക്കര പോലീസ് അടക്കമുള്ള ആ മേഖല കേന്ദ്രീകരിച്ച് പരിശോധന നടത്തുന്നു. കൊച്ചിയിലെ നഗരപ്രദേശങ്ങൾ കേന്ദ്രീകരിച്ച്, എറണാകുളത്തിന്റെ നഗരപ്രദേശങ്ങൾ കേന്ദ്രീകരിച്ച് വ്യാപകമായ പരിശോധന ഈ കുട്ടിക്കായി നടക്കുകയാണ്. നമുക്കറിയാം 5 മണിയോട് കൂടിയാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. 5 മണിക്ക് ശേഷം ഇപ്പോൾ ഏകദേശം 11:30 അടുക്കുന്നു ഈ കുട്ടിയെ കാണാതായിട്ട്. ഏകദേശം 7 മണിക്കൂറോളം സമയമാകുന്നു ഈ കുട്ടിയെ കാണാതായിട്ട്. 5 മണിയോട് കൂടിയാണ് ഈ മാതാപിതാക്കൾ ഈ സംഭവം അറിയുന്നത്. അതായത് എല്ലാ ദിവസവും 5 മണിക്ക് മുമ്പ് തന്നെ സ്കൂൾ വിട്ട് കുട്ടി വീട്ടിലേക്ക് മടങ്ങിയെത്തുന്നതാണ്. പക്ഷേ പതിവിന് വിപരീതമായി ഇന്ന് കൂടുതൽ സമയമായിട്ടും കുട്ടിയെ കാണാതായതുകൊണ്ട് തന്നെ അതിൽ ആശങ്ക പ്രകടിപ്പിച്ചുകൊണ്ട് മറ്റ് സ്കൂളിലെ മറ്റു വിദ്യാർത്ഥികളുടെ വീട്ടുകളിലും ഒക്കെ തന്നെ ഈ മാതാപിതാക്കൾ വിളിച്ച് തിരക്കിയിരുന്നു. കുട്ടി അവിടെ വന്നോ എന്നടക്കമുള്ള കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞിരുന്നു. പക്ഷേ എങ്കിൽ പോലും തന്നെ അവരിൽ നിന്ന് തന്നെ കൃത്യമായ വിവരങ്ങൾ ലഭ്യമായിരുന്നില്ല. കുട്ടി ഈ സ്കൂൾ വിട്ടതിന് ശേഷം മടങ്ങി എന്നുള്ളൊരു
വിവരങ്ങൾ മാത്രമാണ് ഈ കൂടെ പഠിക്കുന്ന വിദ്യാർത്ഥികളിൽ നിന്നും ടീച്ചർമാരിൽ നിന്നും ഈ മാതാപിതാക്കൾക്ക് ലഭ്യമായത്. തുടർന്നാണ് അവർ എളമക്കര പോലീസിനെ സമീപിക്കുകയും കുട്ടിയെ കാണാതായിട്ടുള്ള വിവരം അറിയിക്കുകയും ചെയ്യുന്നത്. തുടർന്ന് വ്യാപകമായ അതായത് സമീപ പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ച് പോലീസ് ആദ്യം അന്വേഷണം നടത്തി. ആ അന്വേഷണത്തിലാണ് കുട്ടി ഈ സൈക്കിളിൽ മടങ്ങുന്നത്, സ്കൂളിൽ നിന്ന് മടങ്ങുന്നതുമായി ബന്ധപ്പെട്ടുള്ള ആ CCTV ദൃശ്യം അത് ലഭ്യമാകുന്നത്. ഭാഗത്ത് വെച്ചാണ് ഈ കുട്ടിയെ ഏറ്റവും ഒടുവിൽ കണ്ടിട്ടുള്ളത് എന്നാണ് മനസ്സിലാകുന്നത്. ദൃക്സാക്ഷിയുടെ മൊഴി അനുസരിച്ച് ആ ഭാഗത്ത് വരെ എത്തി എന്നുള്ള വിവരമുണ്ട്. പോലീസ് വ്യാപക തെരച്ചിൽ നഗരത്തിൽ ഉൾപ്പെടെ നടത്തുന്നു എന്ന് അറിയുന്നു. മിഥുൻ, നമുക്ക് അറിയാം ചില ഘട്ടങ്ങളിലൊക്കെ ഈ കുട്ടികളെ കാണാതെ വരുമ്പോൾ കൂട്ടുകാരുമൊത്ത് യാത്ര പോയി അങ്ങനെ അല്ലെങ്കിൽ ഏതെങ്കിലും സ്ഥലത്ത് പോയി അങ്ങനെ അവർ പ്ലാൻ ചെയ്ത് പോകുന്ന സാഹചര്യങ്ങൾ അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്തെങ്കിലും അങ്ങനത്തെ സൂചനകളുണ്ടോ? മറ്റു കൂട്ടുകാരെ ആരെങ്കിലും കാണാതായതായോ മറ്റോ എന്തെങ്കിലും വിവരങ്ങളുണ്ടോ? ഏതൊക്കെ സാധ്യതകളാണ് പോലീസ് തേടുന്നത്? രേണുക, ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ അനുസരിച്ച് ഈ കുട്ടിയെ മാതാപിതാക്കൾ വഴക്ക് പറഞ്ഞിരുന്നു. അതായത് അമിതമായി മൊബൈൽ ഫോൺ ഉപയോഗവുമായി ബന്ധപ്പെട്ട് കുട്ടിയെ വഴക്ക് പറഞ്ഞിരുന്നു എന്ന് പോലീസിനോട് മാതാപിതാക്കൾ പറഞ്ഞിട്ടുണ്ട്. ഒരുപക്ഷെ അതുമായി ബന്ധപ്പെട്ട് അതിന്റെ പ്രകോപനത്തെ തുടർന്നാണ് കുട്ടി മാറി നിൽക്കുകയായിരിക്കാം, അല്ലെങ്കിൽ ആ ഭാഗത്ത് എവിടെയെങ്കിലും ഉണ്ടാകാമെന്നടക്കമുള്ള ഒരു നിഗമനത്തിലേക്കാണ് ഇപ്പോൾ പ്രാഥമിക നിഗമനത്തിലേക്കാണ് പോലീസ് എത്തുന്നത്. ഈ മാതാപിതാക്കളും ഈ പോലീസിനോടൊപ്പം ഈ തെരച്ചിലിനായിട്ടുണ്ട്. കൊച്ചിയിൽ ഉള്ള പുതുവൈപ്പ്, ഒപ്പം തന്നെ കണ്ടെയ്നർ റോഡ് തുടങ്ങിയ ഭാഗങ്ങളിൽ ദൃക്സാക്ഷികൾ പറഞ്ഞതനുസരിച്ചാണ് ഇപ്പോൾ അവിടേക്ക് ഈ പരിശോധന വ്യാപിപ്പിക്കുന്നത്. അവിടെ ഏതെങ്കിലും തരത്തിൽ കുട്ടിയുടെ കൂടെ പഠിക്കുന്ന ഏതെങ്കിലും വിദ്യാർത്ഥിനികളുടെയോ അല്ലെങ്കിൽ വിദ്യാർത്ഥികളുടെയോ വീട്ടുകളിൽ ഉണ്ടാകാം എന്നുള്ളൊരു നിഗമനത്തിന്റെ അടിസ്ഥാനത്തിൽ, പ്രാഥമിക നിഗമനത്തിന്റെ അടിസ്ഥാനത്തിൽ അവിടെ കേന്ദ്രീകരിച്ച് പരിശോധന നടത്തുന്നുണ്ട്. എന്തായാലും കുട്ടിയെ ഇന്ന് രാവിലെയോടുകൂടി വഴക്ക് പറഞ്ഞിരുന്നു. കഴിഞ്ഞ ദിവസം രാത്രിയിലും ഉൾപ്പെടെ ഈ അമിതമായി ഫോൺ ഉപയോഗിക്കുന്നതിനെതിരെ മാതാപിതാക്കൾ വഴക്ക് പറഞ്ഞിരുന്നു. അതിൽ പ്രകോപിതരായിട്ടായിരിക്കാം ഒരുപക്ഷെ കുട്ടി സ്കൂൾ വിട്ടതിന് ശേഷം ഇങ്ങനെ മാറി നിൽക്കുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ പ്രാഥമികമായി ലഭ്യമാകുന്ന വിവരം. എന്തായാലും അത് കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തുന്നുണ്ട്. ഒരുപക്ഷെ ഈ മൊബൈൽ ഫോൺ കുട്ടി സ്കൂളിൽ കൊണ്ടുപോയിട്ടുണ്ടായോ അല്ലെങ്കിൽ അങ്ങനെയുള്ള വിവരങ്ങൾ കൂടി തേടുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ടുള്ള കൃത്യമായ വിവരങ്ങൾ നമുക്കിനി ലഭ്യമാകേണ്ടതായിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ പോലീസ് ഈ കുട്ടിയുടെ കയ്യിൽ മൊബൈൽ ഫോൺ ഉണ്ട് എങ്കിൽ ഒരുപക്ഷെ പെട്ടെന്ന് കുട്ടിയുടെ അടുക്കലിലേക്ക് എത്താൻ സാധിക്കും. എന്തായാലും വ്യാപകമായ പരിശോധന തുടരുകയാണ്. നമുക്കറിയാം മിഥുൻ, നമ്മൾ ഈ അടുത്ത കാലത്ത് ഏറെ ചർച്ച ചെയ്ത വ്യാപകമായി തെരച്ചിൽ നടത്തിയ പോലീസിനുൾപ്പെടെ അഭിനന്ദനം ഉണ്ടായ ഒരു സംഭവമാണ് അബിഗേൽ സാറയുമായി ബന്ധപ്പെട്ടുള്ള ഒരു വിഷയം. വീട്ടുകാർക്കുണ്ടായിരുന്ന ഒരു ഭീഷണി, അതിനെ തുടർന്ന് കുട്ടിയെ തട്ടിക്കൊണ്ടുപോയി എന്നതായിരുന്നല്ലോ അതിന്റെ ഒരു പശ്ചാത്തലം. അപ്പോൾ ഈ കേസുമായി ബന്ധപ്പെട്ട് അങ്ങനെ എന്തെങ്കിലും സംഭവങ്ങൾ സംശയിക്കുന്നുണ്ടോ? ഈ കുടുംബാംഗങ്ങളെ പോലീസ് ആ നിലയിൽ അവരിൽ നിന്ന് വിവരങ്ങൾ തേടിയിട്ടുണ്ടോ? അതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ ഈ കുടുംബാംഗങ്ങൾ നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ പോലീസ് അന്വേഷണം നടത്തുന്നത്. കാരണം രണ്ട് കാര്യങ്ങൾ തള്ളിക്കളയാനാകില്ല. ഒന്ന്, ഈ വഴക്ക് പറഞ്ഞതുമായി ബന്ധപ്പെട്ട് പ്രകോപിതയായി കുട്ടി എവിടേക്കെങ്കിലും സ്വയമേ മാറി നിൽക്കാം എന്നുള്ളൊരു നിഗമനമുണ്ട്. മറ്റൊന്ന്, ഏതെങ്കിലും തരത്തിൽ ആരെങ്കിലും ഈ കുട്ടി ഇവിടുന്ന് ഈ മടങ്ങുന്ന വഴിയിൽ നിന്ന് കുറച്ചു കൂടി പോകുമ്പോൾ ആരുമില്ലാത്ത ചില, അല്ലെങ്കിൽ വളരെയധികം ആളുകളില്ലാത്ത അല്ലെങ്കിൽ കടകളൊന്നുമില്ലാത്ത ചില പ്രദേശമുണ്ട്. അവിടെ വെച്ച് ഏതെങ്കിലും തരത്തിൽ മറ്റേതെങ്കിലും വാഹനത്തിലെത്തിയ ആരെങ്കിലും തട്ടിക്കൊണ്ടു പോയതാകാമോ എന്നടക്കമുള്ള കാര്യങ്ങൾ കൂടി ഈ പോലീസിന്റെ അന്വേഷണത്തിലുണ്ട്. എന്തായാലും നിലവിൽ ആ മേഖലകൾ കേന്ദ്രീകരിച്ചുള്ള CCTV ദൃശ്യങ്ങൾ പൂർണ്ണമായും പരിശോധിക്കുന്നുണ്ട്. കണ്ടെയ്നർ റോഡിലേക്ക് സ്വാഭാവികമായും കുട്ടി വരുന്ന റോഡ്, ആ വഴി, അത് കണ്ടെയ്നർ റോഡ് വഴിയാണ്. അവിടുന്ന് പുതുവൈപ്പിലേക്കാണ് കുട്ടി പോകുന്നത്. ആ മേഖലകൾ കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ പരിശോധന നടത്തുന്നത്. മറ്റേതെങ്കിലും തരത്തിൽ ഏതെങ്കിലും വാഹനത്തിൽ നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഈ കുട്ടിയെ കടത്തിക്കൊണ്ടു പോയതാണോ എന്നടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കുന്നതുമായി ബന്ധപ്പെട്ട് നഗരപ്രദേശങ്ങളിലും വ്യാപകമായ അന്വേഷണം നടത്തുകയാണ്. എന്തായാലും 12 വയസ്സുകാരെ കാണാതായിട്ട് ഏകദേശം 6 മണിക്കൂർ പിന്നിടുന്നു. ഈ നെട്ടോട്ടത്തിലാണ് സ്കൂൾ വിദ്യാർത്ഥിനിയെ കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള ശ്രമം അത് ഊർജിതമാക്കിയിരിക്കുകയാണ്. ആശങ്കപ്പെടുത്തുന്ന വാർത്തയാണ്. വെറും 12 വയസ്സ് മാത്രമുള്ള ഒരു 7ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് കാണാതായിരിക്കുന്നത്. ഈ ഇരുട്ട് പരന്ന ഈ അവസ്ഥയിൽ ആ കുടുംബാംഗങ്ങളുടെ ആശങ്ക എത്രയായിരിക്കും എന്നത് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. പരീക്ഷാ കാലമാണ്, അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും മൊബൈൽ ഉപയോഗമൊക്കെ കുട്ടികളിൽ കൂടുമ്പോൾ ആരായാലും വഴക്ക് പറയും. അക്കാര്യങ്ങളിലെ തെറ്റും ശരിയും ഒക്കെ ചൂണ്ടിക്കാണിക്കുന്നത് മാതാപിതാക്കൾ തന്നെയാണ്, അവർ തന്നെയാണ് അത് ചെയ്യേണ്ടത്. പക്ഷേ എന്ത് സംഭവിച്ചു എന്ന് നമുക്കറിയില്ല. അത്തരം ചില പരാമർശങ്ങൾ, വഴക്ക് പറച്ചിലുകൾ വീട്ടുകാരുടെ ഭാഗത്ത്
ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട് എന്ന് സംശയിക്കുന്നു. എന്തായാലും കുട്ടി ഒരുപക്ഷെ രക്ഷിതാക്കളെ പരീക്ഷിക്കാൻ വേണ്ടി എങ്ങോട്ടെങ്കിലും മാറി നിൽക്കുന്നതാകാം, കൂട്ടുകാർക്കൊപ്പമോ മറ്റോ ഉണ്ടാകാം. എന്തായാലും മാധ്യമങ്ങളിൽ വാർത്ത വരുന്നതോടുകൂടി തന്നെ അത് കുട്ടിയിലേക്കും അല്ലെങ്കിൽ കുട്ടി എവിടെയെങ്കിലും സുരക്ഷിതമായി എത്തിയിട്ടുണ്ടെങ്കിൽ ആർക്കെങ്കിലും ഒപ്പമാണ് എങ്കിൽ അവരിലേക്കും എത്തട്ടെ. വളരെ പെട്ടെന്ന് തന്നെ കുട്ടിയെക്കുറിച്ചുള്ള വാർത്തകൾ ലഭിക്കട്ടെ. എന്തായാലും ഇപ്പോൾ വ്യാപക പരിശോധന നഗരം കേന്ദ്രീകരിച്ചും മറ്റുമൊക്കെ നടക്കുകയാണ്. ഈ ദൃശ്യങ്ങളിൽ കാണുന്ന സ്ഥലത്തു നിന്ന് പിന്നെ ഈ കുട്ടി എങ്ങോട്ടേക്ക് പോയി എന്നതിൽ യാതൊരു വ്യക്തതയുമില്ല. പച്ചാളം ഭാഗത്താണ് ഈ കുട്ടിയെ ഏറ്റവും ഒടുവിൽ കാണുന്നത് എന്നാണ് മനസ്സിലാകുന്നത്. ഇപ്പോൾ KSRTC ടെർമിനൽ, റെയിൽവേ സ്റ്റേഷൻ എന്നിവിടങ്ങളിൽ പോലീസ് വ്യാപക പരിശോധന നടത്തുകയാണ്. വ്യാപകമായി പോലീസ് പരിശോധന നടത്തുന്നു. കുടുംബാംഗങ്ങൾ ഈ പോലീസ് സംഘത്തോടൊപ്പമുണ്ട്. അവരിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ പോലീസ് ശേഖരിക്കുന്നുണ്ട്. ഈ കുടുംബാംഗങ്ങളിൽപ്പെട്ട ആർക്കെങ്കിലും എന്തെങ്കിലും ഭീഷണികൾ ഉണ്ടായിരുന്നോ, അങ്ങനെ അതിന്റെ ഭാഗമായിട്ട് കുട്ടി ആരെങ്കിലും ഉപയോഗിക്കുന്നുണ്ടോ, തട്ടിയെടുത്തതാണോ, അങ്ങനെയുള്ള പരിശോധനകളും പോലീസ് നടത്തുന്നുണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. എന്തായാലും എല്ലാ സാഹചര്യങ്ങളും പോലീസ് പരിശോധിക്കുന്നുണ്ട്. 6 മണിക്കൂർ പിന്നിട്ടിരിക്കുന്നു. വലിയ ആശങ്ക കുടുംബാംഗങ്ങളെ സംബന്ധിച്ചുണ്ട്. ഒരു പെൺകുട്ടിയാണ്, 12 വയസ്സ് മാത്രമുള്ള ഒരു കുട്ടിയാണ്. സൈക്കിളിൽ സ്കൂളിൽ നിന്ന് വീട്ടിലേക്ക് മടങ്ങവെയാണ് ഈ കുട്ടിയെ കാണാതായിരിക്കുന്നത്. എന്തെങ്കിലും തരത്തിലുള്ള ഭീഷണി കുടുംബാംഗങ്ങൾക്കുണ്ടോ എന്നതൊക്കെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള വ്യാപകമായ പരിശോധനയാണ് ഇപ്പോൾ പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. കുട്ടിയെ കാണാതായിട്ട് 6 മണിക്കൂർ പിന്നിടുന്നു എന്നത് ആശങ്ക വർദ്ധിപ്പിക്കുന്നതാണ്.